ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് അജ്മൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ തത്താര വാമരോ കഥ എന്ന ഒരു ചാപ്റ്ററാണ്. 10th ക്ലാസ്സിൻ്റെ CBSE സഞ്ജയൻ ഭാഗ് 2ൻ്റെ ഒരു ചാപ്റ്ററാണ്. ഗദ്യഖണ്ഡിലെ തത്താര വാമരോ എന്ന് പറയുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എവിടം വരെ പറഞ്ഞ് നിർത്തണം, ഒരു പാർട്ടിൽ എത്ര വേണം, ഫസ്റ്റ് പാർട്ടിൽ എത്ര വേണം, എവിടം വരെ പറഞ്ഞ് നിർത്തണം. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് ചിന്തിച്ചിരുന്നു. ഒരു ചാപ്റ്ററിനെ തന്നെ രണ്ടായിട്ട്, അവരുടെ ലവ് സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങി കഴിഞ്ഞിട്ടുള്ളതുമായിട്ട് നിർത്തി. അപ്പോൾ ഒരു സസ്പെൻസ് ഉള്ള ഭാഗത്ത് തന്നെ വെച്ചിട്ട് നിർത്തി. നിങ്ങളെ ആകാംക്ഷയിലൊക്കെ നിർത്താമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അവസാനം ചമ്മിപ്പോയി എന്നേ പറയാൻ പറ്റൂ. കാരണം നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോ തന്നെ അവസാനം കേട്ട് കാണും. ഞാനൊന്ന് സ്ലോ ആയ സമയത്ത് ഇവിടെ കഥയിൽ കൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു. പിന്നെ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ കുറേ കാണും എന്തായാലും. കാരണം ഈ ഭാഗങ്ങൾ, അതായത് ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയ ഭാഗങ്ങൾ ക്ലാസ്സിൻ്റെ അവസാനമായിരുന്നെങ്കിൽ വളരെയധികം ആ ഒരു ഫീല് കിട്ടിയേനെ. കാരണം ഞാൻ പഠിപ്പിക്കുന്ന രീതി നിങ്ങൾക്കറിയാം, ആദ്യം വലിയ ഫോമിലൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവസാനം ആകുമ്പോഴത്തേക്ക് എന്തോ ഒരു അല്ലേ, അതിലേക്ക് ഞാൻ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് അങ്ങ് മുഴുകിയിരിക്കും. അപ്പോൾ ഇന്നലെ പക്ഷേ അവസാനം ഇച്ചിരിയും കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്തായാലും ആദ്യം പറയുമ്പോൾ ആ ഒരു ഫീല് കിട്ടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കാം ആ ഒരു ഫീല് തരാൻ വേണ്ടിയിട്ട്. ഇന്ന് കുറച്ച് സാഡ് മൂഡ് അതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തത്താരയും വാമിരോയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. തത്താരയുടെ ഡ്രസ്സ് ഇതല്ല കേട്ടോ. ഡ്രസ്സിനെ കുറിച്ച് ഇന്നലെ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ തംബ്നെയിലും കുറച്ച് മുമ്പും കൂടെ കണ്ട തത്താരയുടെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ തത്താരയുടെ ഡ്രസ്സ് അതാണോ? അല്ല അല്ലേ. പാരമ്പരിക് പോഷാക്ക് കെ സാത്ത്, പാരമ്പരികമായിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ കമർ മേ ഏക്ക് തൽവാർ സി ലക്കടി കി തൽവാർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ അരയിലൊരു ഒരു വാളും, തടി കൊണ്ടുണ്ടാക്കിയ ഒരു വാളും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നലെ എവിടം വരെയാണ് നിന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അതെവിടെയായിരുന്നു എന്നൊക്കെ നോക്കിയിട്ട് തുടങ്ങാം. ഓക്കെ, ഇനി സന്ദർഭമൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ തത്താര ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യുവതി ചുഞ്ചല ഉടി, യുവതിക്ക് എന്താണ് ഇറിറ്റേഷൻ ഉണ്ടാവാൻ തുടങ്ങി. കുച്ചോർ സോച്ചനെ ലഗി, മറ്റെന്തോ ചിന്തിച്ചു. എന്നിട്ട് അവസാനം അന്തതഹ അന്തമേം, അവസാനം ഉസ്നെ നിശ്ചയപൂർവം ഏക് ബാർ, ഒരു പ്രാവശ്യം, പുനഃ ലഗ്ഭഗ് വിരോധ് കർത്തേ ഹുവേ, എന്താണ് തിരിച്ച് ഏകദേശം ഒരു വിരോധം കാണിച്ചുകൊണ്ട്, ഒരു ദേഷ്യം കാണിച്ചുകൊണ്ട്, കടേ സ്വർമേ, കഠിനമായ സ്വരത്തിൽ പറഞ്ഞു. ഡീഡ്താക്കി ഹദ് ഹെ, ഡീഡ്ത്ത എന്താണ് നാണം, ഹദ് എന്താണ് ലിമിറ്റ്. നാണത്തിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, അല്ലെങ്കിൽ നാണമില്ലായ്മയ്ക്ക് ഒരു ലിമിറ്റുണ്ട്. മേ ജബ്സെ പരിചയ് പൂച്ച് രഹി ഹു, ഞാൻ എപ്പോൾ മുതൽ നിങ്ങളോട് പരിചയം ചോദിക്കുകയാണ്, അതായത് ആരാണ് നീ എന്ന് ചോദിക്കുകയാണ്. ഓർ തും ബസ് ഏക് ഹി രാഗ് ആലാപ് രഹേ ഹോ, പക്ഷെ നിങ്ങൾ ഒരു വാക്ക് മാത്രം അല്ലെങ്കിൽ ഒരു രാഗം തന്നെ ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീത് കാവോ, എന്താണ് പാട്ട് പാടൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഖിർ ക്യോ, ഓക്കെ, ആഖിർ ക്യോ എന്താ, എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ക്യാ തുമേ ഗാവ് കാ നിയം നഹി മാലൂ, ഗ്രാമത്തിൻ്റെ നിയമം അറിയില്ലേ? അത് ഞാൻ പറഞ്ഞു തന്നായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഞാൻ കുറേ പ്രാവശ്യം 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പേ ആണെന്ന്, വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായിരുന്നു നിയമം? ഏക് ഗാവ് കെ യുവക് യാ യുവതി दूसरे गांव की युवक या युवती से बातें न करना और विवाह संबंध भी न करना.
ഏക് ഗാവ് കെ യുവക് യാ യുവതി, ഒരു ഗ്രാമത്തിലെ യുവാവ് അല്ലെങ്കിൽ യുവതി. ദൂസരെ ഗാവ് കെ യുവക് യാ യുവതി സെ, മറ്റൊരു ഗ്രാമത്തിലെ യുവാവിനെയോ അല്ലെങ്കിൽ യുവതിയെയോ. ബാത്തേ ന കർണ, അവർ തമ്മിൽ സംസാരിക്കാൻ പാടില്ല. ഓർ വിവാഹ സംബന്ധ ഭി ന കർണ, അവർ കല്യാണം കഴിക്കാനും പാടില്ല. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ നിയമം. വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ 2-3 പ്രാവശ്യം അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും പറഞ്ഞാൽ നിങ്ങൾക്കത് ബോറാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് പറയാത്തത്. ഓക്കെ, അത് എഴുതിയെടുത്തോളുക. ഇത്ന ബോൽക്കർ വഹ് ജാനെ കെ ലിയെ തേസി സെ മുടി, ഇങ്ങനെ കഠിനമായ സ്വരത്തിൽ പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ നായിക തിരിഞ്ഞു. ഓക്കെ, സ്പീഡിൽ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങി. തത്താരക്കോ മാനോ കുച്ച് ഹോഷ് ആയ, അപ്പോഴാണ് നമ്മുടെ തത്താരയ്ക്ക് ഹോഷ് ആയ, ബോധം വന്നത്. ഓക്കെ, ഇത്രയും നേരം ബോധമില്ലായിരുന്നു, അവളുടെ സൗന്ദര്യത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയായിരുന്നു അല്ലേ. ഉസെ അപ്നി ഗൽത്തി കാ അഹ്സാസ് ഹുവ, അവൻ്റെ തെറ്റ് മനസ്സിലായി. ഓക്കെ, തെറ്റ് ആണ് ചെയ്തതെന്ന് അനുഭവപ്പെട്ടു. വാ ഉസ്കെ സാമനെ രാസ്ത റോക്കർ, അവൻ അവളുടെ മുന്നിൽ രാസ്ത റോക്കർ, വഴി മുടക്കിക്കൊണ്ട്, അതായത് വഴിയിൽ കയറി നിന്നിട്ട് മാനോ ഗിഡ്ഗിഡാനെ ലഗ, നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഓക്കെ, മുझे മാഫ് കർ ദോ, എനിക്ക് മാപ്പ് തരിക. ജീവൻ മേ പെഹ്ലി ബാർ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മേ ഇസ് തരഹ്, ഞാൻ ഇതുപോലെ വിചലിത് ഹുവ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇതുപോലെ വിചലിതനായത്. ഓക്കെ, തുമ്മേ ദേഖ് കർ മേരി ചേതന ലുപ്ത് ഹോ ഗയി ഥി, നിന്നെ കണ്ടപ്പോൾ മേരി ചേതന, എൻ്റെ ബോധം, ലുപ്ത് ഹോ ഗയി, നശിച്ചു പോയി. ഓക്കെ, എൻ്റെ ബോധം പോയി, ഞാനങ്ങനെ മതിമറന്ന് നിൽക്കുമായിരുന്നു. ഇന്നലെ പറഞ്ഞത് നല്ല ഫീലായിരുന്നു, പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ പോകുമ്പോൾ നമുക്ക് ഫീൽ കൂട്ടി വരാം. ഓക്കെ, ഞാൻ തുടങ്ങുമ്പോൾ വലിയ ഇത് കാണത്തില്ല. മേ തുമ്ഹാര രാസ്ത ചോട് ദൂങ്ക, ഞാൻ നിൻ്റെ വഴി മുടക്കത്തില്ല, ഞാൻ വഴിയിൽ നിന്ന് മാറിത്തരാം, നിനക്ക് വഴി തരാം, പോകാനുള്ള വഴി തരാം. ബസ് അപ്ന നാം പത്താതോ, നീ എന്താണ് നിൻ്റെ പേര് പറയുക. തത്താരാനെ വിവശതാമേ ആഗ്രഹ കിയ, അവൻ എന്താണ് വിവശനായിട്ട് എന്താണ് ആഗ്രഹിക്കുക, ഇങ്ങനെ ചോദിച്ചു. ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹമല്ല, ഹിന്ദിയിൽ എന്താണ് ആഗ്രഹിക്കുക, അവൻ്റെ ആഗ്രഹം ഇങ്ങനെ ചോദിച്ചു. ഉസ്കി ആംഖേ യുവതി കെ ചെഹരെ പർ കേന്ദ്രിത് ഥി, അവൻ്റെ കണ്ണുകൾ യുവതിയുടെ മുഖത്ത് കേന്ദ്രിതമായിരുന്നു. ഓക്കെ, മുഖത്ത് കേന്ദ്രീകരിച്ചിരുന്നു. അവളുടെ മുഖത്തായിരുന്നു അവൻ്റെ കണ്ണുകൾ. ഒരു ഹിന്ദി സിനിമ കാണുന്ന പ്രതീതി, പൈങ്കിളി. ഓക്കെ, ഉസ്കെ ചെഹരെ പർ സച്ചി വിനയ് ധി, അവൻ്റെ മുഖത്ത് ചെഹരെ പർ സച്ചി വിനയ് ധി, ശരിക്കും എന്തായിരുന്നു, വിനയമായിരുന്നു, ഇന്നസെൻസ് ആയിരുന്നു. ഓക്കെ, വാ മീ രോ, സ്ലോ മോഷൻ. അവൾ ശരിക്കും വാമിരോ എന്നാണ് പറഞ്ഞത്, പക്ഷേ എന്താണ് ഒരു സ്ലോ മോഷൻ വേണ്ട. അവളുടെ ചുണ്ട് പതുക്കെ അനങ്ങുന്നതും വാ മീരോ പതുക്കെ ഒരു एक रस खोलती आवाज़ उसके कानों में पहुंची, ഒരു രസ് ഖോൽത്തി, രസം തുളുമ്പുന്ന, ആവാസ്, ശബ്ദം, അവൻ്റെ കാനോമേ, അവൻ്റെ കാതുകളിൽ, പഹുഞ്ചി, എത്തി. വാമിരോ വാഹ് കിത്ന സുന്ദർ നാമ ഹേ, വാമീരോ, ഓ എന്ത് സുന്ദരമായ പേരാണ്. കൽഭി ആവോഗീന യഹ, നാളെയും ഇവിടെ വരില്ലേ. തത്താരാനെ യാചന ഭരേ സ്വർമേ കഹ, തത്താര യാചന നിറഞ്ഞ, ഓക്കെ ഒരു അപേക്ഷിക്കുന്ന പോലെ അങ്ങനെ ഒരു സ്വരത്തിൽ അവളോട് പറഞ്ഞു. ഓക്കെ, അവൾ എന്ത് പറയും എന്ന് കാണാം. ഓക്കെ, നഹി, അവൾ ആദ്യം പറഞ്ഞു എന്താണ്, ഇല്ല വരില്ല. ഷായദ്, ചിലപ്പോൾ. കഭി നഹി, ഓക്കെ ഒരിക്കലും വരില്ല. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ എന്താണ് ആദ്യം പറഞ്ഞു വരില്ല, പിന്നെ എന്തോ ഒരു അവളെ പിടിച്ച് വലിക്കുന്നത് പോലെ ചിലപ്പോൾ വരുമെന്ന് പറയാൻ തുടങ്ങുമ്പോൾ ഇല്ല, കഭി നഹി, ഇല്ല ഞാൻ വരില്ല, ഒരു വാശിക്ക് വരില്ല എന്നവൾ പറഞ്ഞു. വാമിരോനെ അന്യമനസ്കതാപൂർവക് കഹ, എന്താണ് അവളുടെ മനസ്സ് എവിടെയായിരുന്നു, പക്ഷെ അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഓർ ചട്കേ സെ ലപ്പാത്തി കി തരഫ് ബേസൂസി ദൗഡിപ്പടി. ഓക്കെ, ചട്കേ സെ പെട്ടെന്ന്, ലപ്പാത്തി കി തരഹ്, ലപ്പാത്തി ആരുടെ ഗ്രാമമാണെന്നാണ് പറഞ്ഞത്, വാമിരോടെ ഗ്രാമം. തത്താരയുടെ ഗ്രാമം ഏതാണ്, പാസ എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, 100% ഷുവർ, ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചിരിക്കും 2 ഗ്രാമങ്ങളെക്കുറിച്ചും. ഓക്കെ, ആൻഡ്
അന്യമനസ്കതാപൂർവക് കഹ. ഓക്കെ, മനസ്സെവിടെയായിരുന്നു പറഞ്ഞു. എന്നിട്ട് ചട്കേസെ പെട്ടെന്ന് തന്നെ ലപ്പാത്തി കി തരഹ്, ലപ്പാത്തി ഗ്രാമത്തിലേക്ക്, ബേസുദ് സി, എന്തോ ഒരു ബോധം നഷ്ടപ്പെട്ട പോലെ അല്ല, എന്തോ ഒരു ഫീലിങ്ങോടെ ദൗഡ് പടി, ഓടി. പീച്ചെ തത്താരയ്ക്ക് വാക്കി ഗൂഞ്ച് രഹേദേ. ഓക്കെ, ഒരു സിനിമയിലെ സീൻ പോലെ ഓർക്കുക. എന്താണ്, നമ്മുടെ വാമിരോ ഇങ്ങനെ തിരിയുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ എന്താണ് ഓടുകയാണ്. പുറകിൽ തത്താര നിൽക്കുകയാണ്. അത് സൈഡിൽ ഇങ്ങനെ എന്താണ് കുറച്ച് ദൂരത്തിൽ ബ്ലറായിട്ട് കാണുകയാണ്. മെയിനായിട്ട് വാമിരോ ആണ് കാണുന്നത്. അപ്പോൾ പുറകിൽ നിന്ന് തത്താര ഇങ്ങനെ കൈ പൊക്കിയിട്ട് പീച്ചെ തത്താരയ്ക്ക് വാക്കി ഗുഞ്ച് രഹേദേ. അപ്പോൾ പുറകിൽ നിന്ന് തത്താര എന്തോ വിളിച്ച് ഉറക്കെ പറയുകയാണ്. വാമിരോ മേരാ നാം തത്താര ഹെ. വാമിരോ, എൻ്റെ പേര് തത്താര എന്നാണ്. കൽ മേ ഇസി ചട്ടാൻ പർ പ്രതീക്ഷ കരൂങ്ക. നാളെ ഞാൻ ഇതേ പാറയിൽ, അവിടുത്തെ ഒരു ബീച്ചിലൊരു പാറയാണ്, ഇവിടെ ഞാൻ പ്രതീക്ഷ കരൂങ്ക, കാത്തിരിക്കും. തുമ്ഹാരി ബാട്ട് ജോഹൂങ്ക. തുമ്ഹാരി പ്രതീക്ഷ കർണ, നിന്നെ ഞാൻ കാത്തിരിക്കും, പ്രതീക്ഷിച്ചിരിക്കും. ജറൂർ ആന, ഉറപ്പായിട്ടും വരണേ എന്നാര് പറയാണ്? നമ്മുടെ തത്താര പറയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ നിർത്തിയത് ഇന്നലെ, പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ മറന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു, ഒരു സസ്പെൻസ് ആയിരുന്നു അത്. വരുമോ ഇല്ലയോ, നമ്മുടെ വാമിരോ വരുമോ ഇല്ലയോ. ഓക്കെ, ഇന്ന് ആ ഒരു ഫീല് എനിക്ക് തന്നെ ആ ഒരു ഫീല് കിട്ടുന്നില്ല. ഇന്നലെ എന്തോ ഒരു സൂപ്പറായിരുന്നു, പക്ഷേ ഇന്നെന്തോ ഒരു ഓക്കെ. അപ്പോൾ അത് കുഴപ്പമില്ല, കുറച്ച് നമുക്ക് അപ്പോൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. നമ്മുടെ വാമിരോ വരുമോ? ഇവരുടെ ലവ് സ്റ്റോറി സക്സസ് ആവുമോ? വാമിരോ രുക്കി നഹി. വാമിരോ അത് കേട്ടിട്ട് നിന്നൊന്നുമില്ല. ഭാഗത്തി ഹി ഗൈ, ഓടിക്കൊണ്ടേയിരുന്നു. തത്താര ഉസെ ജാത്തെ ഹുയെ നിഹാർത്താ രഹ. തത്താര അവൾ പോകുന്നത് നോക്കി അവിടെ ഇരുന്നു. അവൾ പോയി അങ്ങ് മറയുന്നത് വരെ നിഹാർത്താ രഹ, ദേഖ്താ രഹ, നോക്കിക്കൊണ്ടിരുന്നു. വാമിരോ ഘർ പഹുഞ്ച് കർ ഭീത്തർ ഹി ഭീത്തർ കുച്ച് ബേചൈനി മഹസൂസ് കർണേ ലഗി. വാമിരോ വീട്ടിലെത്തി. ഘർ പഹുഞ്ച് കർ, ഓക്കെ, വീട്ടിലെത്തിയ ശേഷം അവളുടെ ഭീത്തർ ഹി ഭീത്തർ, ഉള്ളിൻ്റെ ഉള്ളിൽ, കുച്ച് ബേചൈനി മഹസൂസ് കർണേ ലഗി, എന്തോ ഒരു വിവശത തോന്നി. ഓക്കെ, വിവശത അനുഭവപ്പെട്ടു. മെഹസൂസ് കർണേ, അനുഭവപ്പെട്ടു. ഉസ്കെ ഭീത്തർ തത്താര സെ മുക്ത് ഹോനെ കി എക് ഛൂട്ടി ചട്പട്ടാഹട്ട് ഥി. അവളുടെ ഉള്ളിൽ ഉസ്കെ ഭീത്തർ തത്താര സെ മുക്ത് ഹോനെ കി, തത്താരയെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് എങ്ങനെയെങ്കിലും അവൾക്കൊന്ന് മുക്തയാവണം. എനിക്ക് അയാളെ എന്താണ്, അയാളെ എനിക്കിഷ്ടമല്ല. ചിലരൊക്കെ അങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു ലവിലായി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ്, എന്താ അയാളെ എനിക്കിഷ്ടമല്ല, എനിക്ക് എങ്ങനെയെങ്കിലും മറക്കണം എന്നുള്ളൊരു, അത് ശരിക്കും ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല, പക്ഷേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അല്ലേ. അപ്പോൾ എന്തോ ഒരു ഛൂട്ടി ചട്പട്ടാഹഡ്, അതിൽ നിന്ന് തത്താരയുടെ ചിന്തകളിൽ നിന്ന് മുക്തയാവാൻ വേണ്ടി ഒരു ഛൂട്ടി, കള്ള വെപ്രാളം, ചട്പട്ടാഹഡ് അവളുടെ മനസ്സിൽ തോന്നി. എക് ഛല്ലാഹട്ട് മേ, ഒരു എന്താണ് വലിയ ശബ്ദത്തോടെ ഒറ്റയടിക്ക് ഉസ്നെ ദർവാസ ബന്ദ് കിയ, ഒറ്റയടിക്ക് ആ കതവ് ഭയങ്കര ഒരു ശബ്ദത്തിൽ അടച്ചു. ഓക്കെ, അവളുടെ വീടിൻ്റെ. ഓർ മൻ കോ കിസി ഓർ ദിശാമേ ലേ ജാനേ കാ പ്രയാസ് കിയ. തത്താരയിൽ നിന്ന് അവളുടെ മനസ്സിനെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്തകളെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചു വിടാൻ അവൾ വളരെയധികം പ്രയാസപ്പെട്ടു, കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ശ്രമിച്ചു. ബാർ ബാർ തത്താര കാ യാചന ഭരാ ഷേഹര ഉസ്കി ആംഖോ മേ തൈർ ജാത്ത. ബാർ ബാർ, വീണ്ടും വീണ്ടും, തത്താരയുടെ യാചന ഭര, അപേക്ഷ നിറഞ്ഞ, ചെഹര മുഖം, ഉസ്കി ആംഖോമേ അവളുടെ കണ്ണുകളിൽ, തൈർ ജാത്ത നീന്തി തുടിച്ചുകൊണ്ടിരുന്നു. അതായത് അവളെപ്പോഴും തത്താരയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു. ഉസ്നെ തത്താര കെ ബാരെ മേ കൈ കഹാനിയാ സുൻ രഖി ഥി. ഓക്കെ, ഇത്രയും ഫേമസ് ആയ, സുന്ദരനായ, ശക്തിശാലിയായ, ദൈവിക ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന, മറ്റ് ഗ്രാമങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന, ചീഫ് ഗസ്റ്റായിട്ട് ആനയിക്കപ്പെടുന്ന നമ്മുടെ തത്താരയെക്കുറിച്ച് ഗ്രാമത്തിലെ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തത്താരയെക്കുറിച്ച് ഒരുപാട് കഹാനിയാം, കഥകൾ സുൻ രഖി ഥി, കേട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വാമിരോയും. ഓക്കെ, ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല, പോവാൻ നേരമാണ് പറയുന്നത് മേരാ നാം തത്താര ഹേ എന്ന് നമ്മുടെ തത്താര പറയുന്നത്. അപ്പോഴാണ് അവൾക്ക് എന്താണ് ആളെ പിടി കിട്ടിയത്. ഓക്കെ,
ഉസ്കി കൽപ്പനാമേ, അവളുടെ ചിന്തകളിൽ അല്ലെങ്കിൽ അവളുടെ ആ ഒരു ഇമാജിനേഷനിൽ, ഓക്കെ, ഇത്രയും നാൾ തത്താരെക്കുറിച്ച് കേൾക്കും. നമ്മളിപ്പോൾ ആരെക്കുറിച്ചെങ്കിലും കേൾക്കുമ്പോൾ അയാളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു രൂപം കാണും അയാളെക്കുറിച്ച്, അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നൊക്കെ, അതുപോലെ തന്നെ അയാളുടെ രൂപം എങ്ങനെയായിരിക്കാം എന്നൊക്കെ. അപ്പോൾ അവളുടെ ഇമാജിനേഷനിൽ, അവളുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ വഹ് ഏക് അദ്ഭുത് സാഹസി യുവക് ഥ, അവളുടെ മനസ്സിൽ തത്താര എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യമുള്ള ഒരു സാഹസിയായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു തത്താര എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്, എല്ലാം കളഞ്ഞു വിളിച്ചില്ലേ, എന്താ അവിടെ വന്നിട്ട് ബോധം മൊത്തം പോയി അവളുടെ അടുത്ത് വന്ന് യാചിക്കുന്നതാണ് അവൾ കണ്ടത്. കിന്തു വഹി തത്താര, പക്ഷെ അതേ തത്താര ഉസ്കെ സമ്മുഖ്, അവളുടെ സമ്മുഖ് മുന്നിൽ, ഏക് അലഗ് രൂപമേ ആയ, മറ്റൊരു രൂപത്തിലാണ് അവളുടെ മുന്നിലെത്തിയത്. സുന്ദർ, ഓക്കെ, അവൾ വിചാരിച്ച പോലെ തന്നെ സുന്ദരനായിരുന്നു. ബലിഷ്ഠനായിരുന്നു, ശക്തിശാലിയായിരുന്നു, നല്ല ബോഡിയൊക്കെ ഉള്ള ആളായിരുന്നു. കിന്തു പക്ഷേ ബെഹദ് ശാന്ത്, പക്ഷെ വളരെ എന്താ അവൾ വിചാരിച്ചാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ഇങ്ങനെ രക്ഷിക്കാനൊക്കെ പോകുന്ന ആളല്ലേ, സുന്ദരനാണ്, ശക്തിശാലിയാണ്, അപ്പോൾ കുറച്ച് ദേഷ്യക്കാരനായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് എന്താണ് തലേ മൊത്തം ടെൻഷൻ കാരണം ഭയങ്കര ദേഷ്യം, അതുപോലെ എന്താണ് ഒരു ഗുണ്ടായിസം ടൈപ്പ് ആയിരിക്കാം എന്ന് അവൾ വിചാരിച്ച് കാണും. പക്ഷേ അവൾ നോക്കിയപ്പോൾ സുന്ദരനാണ്, ആ പോയിന്റ് കറക്റ്റായി, അവളുടെ മനസ്സിലുള്ള പോയിന്റ്. ബലിഷ്ഠനാണ്, ഓക്കെ, കറക്റ്റായി. കിന്തു പക്ഷേ ബഹത് ശാന്ത്, അവൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു, വളരെ ശാന്തനായിരുന്നു. സഭ്യനായിരുന്നു, അസഭ്യമൊന്നും പറഞ്ഞില്ലല്ലോ ചെന്ന്. ഞാൻ ഭയങ്കര ശക്തിശാലിയാണെന്നും പറഞ്ഞ് അവളുടെ അടുത്ത് ഗുണ്ടായിസം ഒന്നും കാണിച്ചില്ല. ശാന്തനായിരുന്നു, സഭ്യനായിരുന്നു. ഓർ ഭോല എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നസെൻറ്റ്, വളരെയധികം എന്താണ് ഒരു നിഷ്കളങ്കനായിരുന്നു. ഓക്കെ, അവൻ്റെ മുഖം കണ്ടാലേ എന്താണ് ഈ കള്ളമൊന്നും പറയാത്ത ഒരു നിഷ്കളങ്കത ഫീൽ ചെയ്യുമായിരുന്നു. അതാണ് അവളെ അത്ഭുതപ്പെടുത്തിയത്. ഉസ്ക വ്യക്തിത്വ കഥാചിത് വൈസാഹി ഥാ, അവൻ്റെ വ്യക്തിത്വം, ഓക്കെ, നമ്മുടെ തത്താരായുടെ വ്യക്തിത്വം കഥാചിത് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പക്ഷേ, വൈസാഹിത എങ്ങനെയായിരിക്കാം, ജൈസാ വഹ അപ്നെ ജീവൻ സാഥി കെ ബാരെ മേ സോച്തി രഹി ഥി, നമ്മുടെ വാമിരോ എൻ്റെ ജീവൻ സാഥി, അതായത് ജീവിതത്തിലെ എൻ്റെ ജോഡി, ഓക്കെ, എൻ്റെ എന്താണ് എൻ്റെ പകുതി എന്ന് പറയില്ലേ, നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ സ്പൗസ്, ഓക്കെ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചാണ് നമ്മൾ ജീവൻ സാഥി എന്ന് പറയുന്നത്. മലയാളത്തിൽ ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ ജീവൻ സഖി എന്ന് പറയും അല്ലേ. അതുപോലെ ജീവിത പങ്കാളി, എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച്, അതായത് വാമിരോയുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് വാമിരോ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നോ കണ്ടിട്ടുള്ളത്, എന്തൊക്കെയായിരുന്നു അവൾ ചിന്തിച്ചിട്ടുള്ളത്, അതെല്ലാം കൂടെ ചേർന്ന ആളാണ് നമ്മുടെ വാമിരോ, അല്ല തത്താരോ എന്ന് നമ്മുടെ വാമിരോയ്ക്ക് തോന്നി. കിന്തു ഏക് ദൂസരെ, പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് വരുന്നത്, ഇപ്പോൾ ഗ്രാമത്തിൻ്റെ പ്രശ്നമില്ല, ഇപ്പോൾ മതത്തിൻ്റെ പ്രശ്നമാണല്ലേ, ഇൻ്റർ കാസ്റ്റ് മാരേജിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അതല്ല. ഏക് ദൂസരെ ഗാവ് കെ യുവക് കെ സാത്ത് യഹ് സംബന്ധ് പരമ്പരാ കെ വിരുദ്ധത, ഒരു ദൂസരെ ഗാവ് കെ, മറ്റൊരു ഗ്രാമത്തിലെ യുവക് കെ സാത്ത്, യുവാവിൻ്റെ കൂടെയുള്ള യഹ് സംബന്ധ്, ഈ ഒരു സംബന്ധം, ഈ ഒരു പ്രണയം, പരമ്പരാ കെ വിരുദ്ധതേ, നമ്മുടെ പാരമ്പര്യത്തിന്, ട്രഡീഷന് എതിരാണ്, വിരുദ്ധമാണ്. അത്തഏവ് ഉസെ ഭൂൽ ജാനാ ഹി ശ്രേയസ്കർ സംച, അത്തഏവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്തഏവ്, ഓക്കെ, അത് നമ്മൾ നേരത്തെ എവിടെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ചിന്തിച്ചത്, ഉസെ നമ്മുടെ അതുകൊണ്ട് തന്നെ നമ്മുടെ വാമിരോ ഉസെ ഭൂൽ ജാനാഹി, നമ്മുടെ തത്താരായെ മറക്കുന്നത് തന്നെയാണ് ശ്രേയസ്കരം, അതായത് ഭയങ്കര മഹത്തായ കാര്യം എന്ന് സംശ കരുതി. കിന്തു പക്ഷേ യഹ് അസംഭവ ജാൻപട, ഇത് അസംഭവ്യമായിരുന്നു, കാരണം അവൾക്ക് അത്രയ്ക്ക് അവനെ മറക്കാൻ കഴിയാതായിപ്പോയി ഒറ്റ കാഴ്ചയിൽ തന്നെ. ഓക്കെ, കാരണം അവൾ ചിന്തിച്ച അതേ ഗുണങ്ങളെല്ലാം ഉള്ള ഒരു പുരുഷൻ വളരെ ഫേമസ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തത്താരെക്കുറിച്ച്, അതെല്ലാം ഉള്ളൊരു പുരുഷനെ ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എന്താണ്, അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ പഠിച്ചു വയ്ക്കുക, ഈ പാരഗ്രാഫും അടുത്ത പാരഗ്രാഫും. പ്രണയത്തിലകപ്പെട്ട ശേഷം വാമിരോയുടെ ചിന്തകൾ അല്ലെങ്കിൽ അവളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിലുള്ളത്.
ഈ പാരഗ്രാഫും അടുത്ത പാരഗ്രാഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പാരഗ്രാഫ് തത്താരായുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളാണ്. ഓക്കെ, ആ 2 പാരഗ്രാഫും നല്ലപോലെ പഠിച്ചു വയ്ക്കുക. തത്താര ബാർ ബാർ ഉസ്കി ആംഖോം കെ സാമനെ ഥാ. എന്താണ്, നമ്മുടെ വാമിരോയുടെ ഉള്ളിൽ ഇങ്ങനെ തത്താര വീണ്ടും വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതായത് അവൾക്ക് തത്താരയെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരുന്നു. നിർനിമേഷ് യാചക് കി തരഹ് പ്രതീക്ഷാ മേ ഡൂബാ ഹുവാ. ഓക്കെ, നിർനിമേഷ് കണ്ണിമ വെട്ടാതെ ഒരു യാചകനെ പോലെ എന്താണ് പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ആരെയാണ് അവൾക്ക്? തത്താരയാണ് നമ്മുടെ വാമിരോ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആരെ നോക്കാം? നമ്മുടെ തത്താര കുട്ടനെ നോക്കാം. ഓക്കെ, തത്താരായെ നോക്കാം. അപ്പോൾ തത്താര എന്ന് പറയുമ്പോൾ തത്താരയുടെ മനസ്സിലെ ചിന്തകൾ എങ്ങനെയൊക്കെയായിരുന്നു? കിസി തരഹ് രാത് ഭീതി. എങ്ങനെയോ എന്താണ് രാത്രി കഴിച്ചുകൂട്ടി അല്ലേ? കിസി തരഹ് എങ്ങനെയോ രാത് ഭീതി, രാത്രി കഴിച്ചുകൂട്ടി. ദോനോ കെ ഹൃദയ വ്യഥിത് ദേ. 2 പേരുടെയും ഹൃദയം വ്യഥിത് ദുഃഖിതമായിരുന്നു. ഓക്കെ, ഭയങ്കര ദുഃഖം നിറഞ്ഞതായിരുന്നു 2 പേരുടെയും ഹൃദയം. ഓക്കെ, അപ്പോൾ രാത്രി എങ്ങനെയോ കഴിച്ചുകൂട്ടി 2 പേരുടെയും ഹൃദയം വ്യഥിതമായിരുന്നു, ദുഃഖിതമായിരുന്നു. കിസി തരഹ് ആഞ്ച് രഹിത് ഏക് ഡണ്ടാ ഓർ ഊബാ ഊ ദിൻ ഗുസർനെ ലഗാ. കിസി തരഹ് എങ്ങനെയോ, ആഞ്ച് രഹിത്. ഓക്കെ, എന്താണ് ആഞ്ച് രഹിത്? ബിനാ ജോഷ് ഉത്സാഹമില്ലാതെ, ഏക് ഠണ്ട ഒരു തണുത്ത, ഓർ ഉബാഉ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോറിങ്. ഓക്കെ, ദിൻ ഗുസർനെ ലഗ. അങ്ങനെ രാത്രി എങ്ങനെയോ കഴിച്ചുകൂട്ടി, ഹൃദയം വ്യഥിതമായിരുന്നു. പകലായി, എങ്ങനെയോ ഒരു ബോറിംഗ് ആയ, ഉത്സാഹമില്ലാത്ത ഒരു തണുത്ത ദിവസവും കൂടെ കടന്നുപോയി. അപ്പോൾ വൈകിട്ട് വരാമെന്നാണല്ലോ പറഞ്ഞത്. ഷാം കി പ്രതീക്ഷ ധി. വൈകിട്ടാവാനുള്ള കാത്തിരിപ്പിലായിരുന്നു തത്താര കേലിയെ മാനോ പൂരേ ജീവൻ കി അക്കേലി പ്രതീക്ഷ ധി. ഓക്കെ, തത്താരായ്ക്ക് ഈ ഒരു വൈകുന്നേരം എന്ന് പറഞ്ഞാൽ പൂരേ ജീവൻ കി മുഴുവൻ ജീവിതത്തിൻ്റെയും അക്കേലി ഏക പ്രതീക്ഷയായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ഉസ്കെ ഗംഭീർ ഓർ ശാന്ത് ജീവൻ മേ ഏസാ പെഹലി ബാർ ഹുവാ ഥ. അവൻ്റെ ഗംഭീരമായ ശാന്തമായ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. വഹ് അചംഭിത് ദ. അവൻ എന്തായിരുന്നു? അചംഭിത് ധ. ഓക്കെ, ആശ്ചര്യമായിരുന്നു. എന്താണ്? ഹൈറാൻ ധ. എന്താണ്? അവൻ അത്ഭുതപ്പെട്ട അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടിരിക്കുകയായിരുന്നു. സാധി രോമാഞ്ചിത് ഭി. എന്താണ്? അവന് രോമാഞ്ചം അണിഞ്ഞിരിക്കുകയും കൂടെ ചെയ്യുമായിരുന്നു. ഓക്കെ, രോമാഞ്ചവും ഉണ്ടായിരുന്നു. ദിൻ ഡൽനെ കെ കാഫി പെഹലെ. ഓക്കെ, ദിനം ഡൽനെ എന്താണ്? അണയുക അല്ലേ? ദിവസം അണഞ്ഞു പോയി, രാത്രി ആവാനുള്ള ഒരു കാഫി പെഹലെ, കുറച്ച് മുമ്പ്. ഓക്കെ, രാത്രി ആവുന്നതിന് കുറച്ച് മുമ്പ്, അതായത് സന്ധ്യാസമയത്ത്. വ ലപ്പാത്തി കി ഉസ് സമുദ്രി ചട്ടാൻ പർ. അവൻ ലപ്പാത്തി ഗ്രാമത്തിലെ ഇന്നലെ അവർ തമ്മിൽ കണ്ടുമുട്ടിയ ആ ഒരു സമുദ്രി ചട്ടാൻ പർ, ബീച്ചിലെ ചട്ടാൻ, ഒരു പാറയിൽ പഹുഞ്ച് ഗൈ, അവിടെ എത്തി വൈകിട്ടായപ്പോൾ. വാമിരോ കി പ്രതീക്ഷ മേം. വാമിരോയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഏക് ഏക് പൽ. ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഏക് ഏക് പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ നിമിഷവും. ഏക് ഏക് പൽ പഹാഡ് കി തരഹ് ഭാരിത. വാമിരോയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഓരോ നിമിഷവും എന്താണ്? പഹാഡ് കി തരഹ്. ഓക്കെ, ഒരു പർവ്വതത്തിനെ പോലെ അത്രയ്ക്ക് ഭാരമുള്ളതായിരുന്നു ആ ഓരോ നിമിഷവും. അവൾ വരുത്തില്ലേ? ഓക്കെ, ഉസ്കെ ഭീതർ ഏക് ആശങ്ക ഭി ദൗഡ് രഹാ ഥാ. അവൻ്റെ രഹീതി. ഓക്കെ, അവൻ്റെ ഉള്ളിൽ ഭീതർ ഏക് ആശങ്ക, ഒരു ആശങ്കയും കൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അഗർ വാമിരോ ന ആയിത്തോ. വാമിരോ ഇനി വന്നില്ലെങ്കിലോ? വ കുച്ച് നിർണയ് നഹീ കർ പാ രഹാ ഥാ. അവന് എന്താണ്? വ കുച്ച് നിർണയ് നഹി. ഉറപ്പിക്കാൻ പറ്റുമോ വാമിരോ വരുവോ ഇല്ലയോ
എന്താണ് ജീവിതത്തിലേക്ക് വരുമോ എന്ന് ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. സിർഫ് പ്രതീക്ഷാരദ്ധ, പക്ഷെ അവന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, പ്രതീക്ഷ കൈവിടാതെ, നെവർ ലൂസ് ഹോപ്പ് അല്ലേ. ബസ് ആസ് കി ഏക് കിരൺ ധി, എന്താണ് ബസ് ആസ് എന്ന് വെച്ചാൽ എന്താണ് ആശ. ഓക്കെ, ആശയുടെ ഒരു കിരണം മാത്രം, ബസ് ഏക് കിരൺ, എന്താണ് ഒരു കിരണം മാത്രം ഉണ്ടായിരുന്നു. ജോ സമുദ്ര കി ദേഹ് പർ ഡൂബത്തി കിരണോ കി തര, ആ ഒരു കിരണം, ആശയുടെ ആ ഒരേ ഒരു കിരണം സമുദ്രത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കിരണങ്ങളെ പോലെ കഭി ഭി ഡൂബ് സക്തി തി, എപ്പോൾ വേണമെങ്കിലും മുങ്ങിപ്പോവാം. സൂര്യൻ്റെ കിരണം എങ്ങനെയാണ്, അവസാനം സൂര്യൻ അസ്തമിക്കുന്ന കടലിലേക്കാണെന്നൊക്കെ നമ്മൾ പറയല്ലേ, വെറുതെ ഒരു ഭംഗിക്ക് പറയും. അങ്ങനെ കടലിലേക്ക് മുങ്ങുകയാണെന്ന് പറയും കിരണങ്ങൾ. അതുപോലെ ഇവൻ്റെ കയ്യിലും ഒരു ആശയുടെ, ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം മാത്രമുണ്ട്. ആ കിരണവും എപ്പോൾ വേണമെങ്കിലും വാമിരോ വന്നില്ലെങ്കിൽ എന്താണ് കടലിലേക്ക് മുങ്ങി പോവാ. സോറി, ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ കുഴപ്പമില്ല. എന്താണ് ആ ഒരു ആശയുടെ കിരണവും എപ്പോൾ വേണമെങ്കിലും മുങ്ങി പോവാവുന്നതാണ്. വഹ് ബാർ ബാർ ലപ്പാത്തി കെ രാസ്തേ പർ നസറെ ദൗഡാത്ത, അവൻ ബാർ ബാർ വീണ്ടും വീണ്ടും ലപ്പാത്തി ഗ്രാമത്തിൻ്റെ രാസ്തേ പർ വഴിയിലൂടെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിലേക്ക്, നസറേൻ ദൗഡാത്ത, അവൻ്റെ കണ്ണ് അല്ലെങ്കിൽ ആ ഒരു ദൃഷ്ടി. ഓക്കെ, നസർ എന്ന് പറഞ്ഞാൽ എന്താണ് ദൃഷ്ടി, ദൗഡാത്ത ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു. സഹസാ നാരിയൽ കെ ചുർ മുട്ടോമേ ഉസെ ഏക് ആകൃതി കുച്ച് സാഫ് ഹുയി, സഹസാ പെട്ടെന്ന്, നാരിയൽ കെ ചുർമുട്ടവും, എന്താണ് തെങ്ങുകളുടെ ഒരു, നാരിയൽ കെ ചുർമുട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, നാരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് തേങ്ങ അല്ലേ. നാരിയൽ കെ ചുർമുട്ടം എന്ന് പറഞ്ഞാൽ തെങ്ങുകളുടെ ഒരു കൂട്ടത്തിൻ്റെ ഇടയ്ക്ക്, ഉസേ അവൻ, ഏക് ആകൃതി കുച്ച് സാഫ് ഹുയി, അവനൊരു രൂപം കണ്ടു, ഒരു മനുഷ്യരൂപം കണ്ടു. കുച്ച് ഓർ, അതിങ്ങനെ അടുത്തോട്ട് വരികയായിരുന്നു. കുച്ച് ഓർ, വീണ്ടും വീണ്ടും അതിങ്ങനെ ക്ലിയർ ആയിക്കൊണ്ടിരുന്നു. സാഫ് ഹുയി, ക്ലിയർ ആയിക്കൊണ്ടിരുന്നു കുറച്ച് നേരം കഴിയും തോറും. ഉസ്കി ഖുഷി ക ടിക്കാനാ നരഹ, അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എന്താണ് വൗ ബഹുത് ഖുഷി ഹോഗി. ഓക്കെ, ഖുഷി കാ ടിക്കാനാ നരഹ ഒരു മുഹാവരയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബഹുത് ഖുഷ് ഹുവ. ഓക്കെ, ബഹുത് കറക്റ്റായിട്ട് ഇവിടെ എഴുതാൻ പറ്റത്തില്ല, അത് കുറച്ച് സ്ഥലമേ ഉള്ളൂ, അതുകൊണ്ടാണ് ബഹുത് ഖുഷ് ഹുവ. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. ഖുഷി ബഹുത് ഖുഷ് ഹുവ, അവൻ സന്തോഷിച്ചു വളരെയധികം. സച്ച് മുച്ച് വഹ് വാമിരോധി, ശരിക്കും അത് ആരായിരുന്നു, നമ്മുടെ കഥാനായിക വാമിരോ ആയിരുന്നു. ലഗ ജേസെ വഹ് ഖബറാഹട്ട് മേ ഥി, പക്ഷെ എന്താണ് അവളൊരു പേടിച്ചാണ് വരുന്നത്. ഖബറാഹട്ട് പേടിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് അവന് മനസ്സിലായി. വഹ് അപ്നെ കോ ഛുപാത്തെ ഹുയെ ബഡ് രഹി ഥി, അവളെ തന്നെ മറച്ചുകൊണ്ട്, എങ്ങനെയാണ് തെങ്ങിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഒളിച്ചൊക്കെയാണ് വരുന്നത്. ബീച്ച് ബീച്ച് മേ ഇധർ ഉധർ ദൃഷ്ടി ദൗഡാന ഫൂൽത്തി. ഓക്കെ, ഭൂൽത്തി, ഫൂൽത്തി അല്ല ഭൂൽത്തി, ആ ഭാ. ഓക്കെ, അപ്പം എന്താണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അങ്ങനെ ചിലരുടെയൊക്കെ അതങ്ങനെയാണ്, കണ്ണുകളെപ്പോഴും പേടിച്ചൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ. അതുപോലെയായിരുന്നു. ബീച്ച് ബീച്ച് മേ ഇധർ ഉധർ ദൃഷ്ടി ന ഭൂൽത്തി. ഓക്കെ, ദൗഡാന. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. फिर तेज कदमों में से चलती हुई ततारा के सामने आकर ठिठक गई. പിന്നെ എന്താണ് ഫിർ തേസ് കദമോം, സ്പീഡിൽ സ്റ്റെപ്പ് വെച്ച് എന്താണ് ചൽത്തി ഹുയി നടന്നു വന്ന്, തത്താരയ്ക്ക് സാമനെ തത്താരയുടെ മുന്നിൽ, ആക്കർ ഠിഠക് ഗൈ മുന്നിൽ വന്നിട്ട്, ഠിഠക് ഗൈ രുക് ജാന നിന്നു. ദോനോ ശബ്ദഹീൻ ഥേ, രണ്ടുപേരും മൗനം പാലിച്ചു, ശബ്ദമില്ലാതെ ഒന്നും മിണ്ടാതെ നിന്നു. കുച്ച് ധാ ജോ ദോനോ കെ ഭീതർ ബഹ് രഹാ ഹെ, രണ്ടുപേരുടെ ഇടയിൽ ബഹ് രഹാ ഹെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, രണ്ടുപേരുടെ ഉള്ളിൽ എന്തോ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏക് ടക് നിഹാർത്തെ ഹുയേ, എന്താണ് ഏക് ടക് നിഹാർത്തെ ഹുയേ, രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട്. വേ ജാനെ കബ് തക് ഖടേ രഹേ, എത്ര നേരം അവർ നിന്നു എന്ന് പോലും അവർക്കറിയില്ല, അത്രയും അവരിങ്ങനെ
പരസ്പരം ഒന്നും മിണ്ടാതെ കുറേ നേരം കണ്ണും നോക്കി ഇങ്ങനെ നിന്നു. സൂരജ് സമുദ്രക്ക് ലഹരോമേ കഹി ഖോ ഗയാ ഥാ. സൂര്യൻ സമുദ്രത്തിൻ്റെ ലഹരോമേ തിരമാലകളിൽ എവിടെയോ മുങ്ങി പോയിരുന്നു. അന്ധേര ബഡ് രഹാ ഥാ. ഇരുട്ട് പരന്നു തുടങ്ങി, വളരെയധികം ഇരുട്ട് പരന്നു തുടങ്ങി. അച്ചാനക് വാമിരോ കുച്ച് സചേത് ഹുയി. പെട്ടെന്ന് എന്താണ് വാമിരോയ്ക്ക് എന്തോ ഒരു ബോധോദയം വന്നു. ഓർ ഘർ കി തരഫ്. എന്നിട്ട് എന്താണ്, വീട്ടിലോട്ട് ദൗഡ് പടി, ഓടാൻ തുടങ്ങി. ഒന്നും പറഞ്ഞൊന്നുമില്ല, തമ്മിൽ ഇങ്ങനെ കണ്ണും നോക്കിയിരുന്നിട്ട് പതുക്കെ പെട്ടെന്ന് ബോധം വന്ന, ഇരുട്ടായി എന്ന് ബോധം വന്ന വാമിരോ തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി. തത്താര അബ്ബി വഹാൻ ഖടാഥ. തത്താര അപ്പോഴും എന്താണ്, അവൾ പോയത് അറിയാതെ ഇങ്ങനെ സ്വപ്നലോകത്ത് നിന്നു. അതുപോലെ അവിടെ അനങ്ങാതെ നിന്നു. നിശ്ചൽ, അനങ്ങാതെ, ശബ്ദഹീൻ, മിണ്ടാതെ ഇങ്ങനെ നിന്നു. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ സീൻ. അതും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫാണ്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരികയാണ്. കളർ മാറ്റിയേക്കാം. ഓക്കെ, दोनों रोज उसी जगह पहुंचते और मूर्तिवत तक एक दूसरे को निर्निमेष ताकते रहते. दोनों രണ്ടുപേരും റോസ് ഡെയിലി ഉസി ജഗഹ് പഹുഞ്ചത്തെ അതേ സ്ഥലത്ത് വരുമായിരുന്നു. ഓർ മൂർത്തിവത് മൂർത്തിക്ക് സമാൻ, മൂർത്തിയെ പോലെ. അതായത് എന്താണ് മൂർത്തി എന്ന് വെച്ചാൽ എന്താണ്, പ്രതിമ, ശില്പം പോലെ. ഏക് ദൂസരേക്കോ ഒരു എന്താണ് തമ്മിൽ നിർനിമേഷ് കണ്ണിമ വെട്ടാതെ, താക്തേ രഹത്തെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എല്ലാ ദിവസവും ഇതേപോലെ സംഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒന്നും മിണ്ടാതെ ഇവരുടെ പ്രണയം ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ബസ് ഭീത്തർ സമർപ്പൺ ധാ ജോ അൻവരത് ഗഹരാ രഹാ ധാ. എന്താണ്, മിണ്ടത്തൊന്നുമില്ല, പക്ഷേ ഉള്ളിൽ തമ്മിൽ അവരെ എപ്പോഴും സമർപ്പിച്ചു കൊണ്ടിരുന്നു. അൻവരത് എന്ന് വെച്ചാൽ എന്താണ്, ഹമേഷ ഗഹരാധ, ആഴത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ഈ വെറും നോട്ടം കൊണ്ട് ഇവരുടെ ഇടയിൽ ഉണ്ടായത്. ലപ്പാത്തി കെ കുച്ച് യുവകോനെ. ഓക്കെ, എല്ലാ ലവ് സ്റ്റോറിയിലും കുറച്ച് പാരകൾ കാണും അല്ലേ, കുറച്ച് വില്ലനോ വില്ലത്തിയോ, ഇവിടെയുണ്ട് കുറച്ച് പാരകൾ. ഓക്കെ, ലപ്പാത്തി കെ കുച്ച് യുവകോനെ ഇസ് മൂക്ക് പ്രേം കോ ഭാംപ് ലിയ. ഓക്കെ, ഭാംപ് ലിയ എന്ന് വെച്ചാൽ എന്താണ്, സമച്ച് ലിയ. ബഡേ ഭായ് സാഹിബ് ചാപ്റ്ററിൽ കണ്ട വാക്കാണ്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൽ കാണുന്ന വാക്കുകൾ എന്താണ് ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഹിന്ദിയൊക്കെ ഒരുപാട് അത്യാവശ്യമാണ്, ആ സമയത്ത് ഉപയോഗിക്കാം. ഓക്കെ, എന്താണ് അങ്ങനെ വാക്കുകൾ മനസ്സിലാക്കി വെച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ വാക്കുകൾ ഓർത്ത് വെച്ചാൽ പിന്നീട് വായിക്കുമ്പോൾ നല്ലപോലെ മനസ്സിലാവും. ഓക്കെ, ലപ്പാത്തി കെ കുച്ച് യുവകോനെ. ലപ്പാത്തിയിലെ കുറച്ച് യുവാക്കൾ ഈ ഒരു മൂകപ്രേമം, ശബ്ദമില്ലാത്ത, ഓക്കെ, തമ്മിൽ കണ്ണുകൾ കൊണ്ട് മാത്രം കൈമാറുന്ന ആ ഒരു പ്രണയത്തെ എന്ത് ചെയ്തു, ഭാംബലിയ, മനസ്സിലാക്കി. ദുഷ്ടന്മാർ പാര കൊടുക്കാൻ, അവർക്ക് അസൂയയാണ് സ്വന്തം ഗ്രാമത്തിലെ പെൺകുട്ടിയെ മറ്റൊരു ഗ്രാമത്തിലെ ഓക്കെ. ഓർ ഖബർ ഹവാ കി തരഫ് ബഹു ഉഠി. ഓക്കെ, എന്നിട്ട് ഈ ഒരു ന്യൂസ് എന്താണ്, ഹവാ കി തരഹ്, കാറ്റ് പോലെ, എന്താണ്, ബഹു ജൽദി ഫൈൽന എന്ന് പറയും. ഓക്കെ, എന്താണ്, പെട്ടെന്ന് പരന്നു. ഈ ഒരു വാർത്ത ഒരു കാറ്റിൽ ഇങ്ങനെ ഒഴുകുന്ന പോലെ പെട്ടെന്ന് അങ്ങ് നാട് മുഴുവൻ പടർന്നു. വാമിരോ ലപ്പാത്തി ഗ്രാമ കീതി. വാമിരോ ലപ്പാത്തി ഗ്രാമത്തിലെയാണ്. ഓർ തത്താരോ പാസാക്ക. അപ്പോൾ വാമിരോ ഏത് ഗ്രാമത്തിലെയാണ്? വാമിരോ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് ശരിയാവില്ല, ഇതിലാണ് എഴുതുന്നത്, അതുകൊണ്ടാണ്. ഇത് ഞാൻ മേടിച്ച പേനയൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയ പേനയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള, ഞാനല്ലേ ഉണ്ടാക്കുന്നത്, ഞാൻ പടം വരയ്ക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടാലോ. ഓക്കെ, വാമിരോ അപ്പോൾ ലപ്പാത്തി ഗ്രാമത്തിലെയാണ്. തത്താര പാസ ഗ്രാമത്തിലെയാണ്. ഓക്കെ, ഇത് രണ്ടും മെയിനായിട്ട് ഓർത്തിരിക്കുക. ഷുവർ ക്വസ്റ്റ്യൻ 100%, 1 മാർക്ക്.
ഈ 1 മാർക്ക് നിങ്ങൾക്ക് പോകരുത്. അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ഈ 1 മാർക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോകരുത്. അതേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ. ഓക്കെ, ബാക്കിയും പോകരുത്, പക്ഷേ ഈ 1 മാർക്ക് ഒരിക്കലും പോകരുത്. കാരണം ഇതിപ്പോൾ ഞാൻ 5ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. അപ്പോൾ വാമിരോ ലപ്പാത്തി ഗ്രാമത്തിലെയും തത്തര പാസ ഗ്രാമത്തിലെയും दोनों का संबंध സംഭാവന അപ്പുറത്ത് നോക്കാം അല്ലേ, സംഭാവന ഥാ, രണ്ടുപേരുടെയും ദോനോം കാ സംബന്ധം, രണ്ടുപേരുടെയും സംബന്ധം, അവരുടെ ആ ഒരു ബന്ധം എന്താണ്, അവരുടെ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം എന്താണ്, 2 ഗ്രാമത്തിലെ ആൾക്കാരല്ലേ. ഗ്രാമത്തിലെ നിയമം എന്താണ്, പിള്ളേരെ, എന്താണ്, एक गांव के युवक या युवती दूसरे गांव की युवक या युवती से बातें न करता और विवाह संबंध भी नहीं करना. അത് ഓർത്തിരിക്കുക. രീതി അനുസാർ, അവിടുത്തെ ഗ്രാമത്തിലെ രീതി അനുസരിച്ച് दोनों को एक ही गांव का होना आवश्यक था. കല്യാണം കഴിക്കണമെങ്കിൽ 2 പേരും एक ही गांव का होना, ഒരേ ഗ്രാമത്തിലാവേണ്ടത് ആവശ്യമായിരുന്നു. वामिरो और ततारा को समझाने बुझाने के कई प्रयास हुए. ഓക്കെ, വാമിരോയെയും എന്താണ് തത്താരയെയും സംഛാനെ ബുച്ചാനെ, അതായത് മനസ്സിലാക്കിപ്പിക്കാൻ, സംഛാനെ എന്ന് വെച്ചാൽ എന്താണ്, മനസ്സിലാക്കിപ്പിക്കാൻ കുറേ അധികം പ്രയാസ് ഹുവേ, ശ്രമങ്ങൾ അവിടെ നടന്നു, പ്രവർത്തികളൊക്കെ അവിടെ നടന്നു, പ്രവർത്തനങ്ങൾ നടന്നു. പക്ഷേ ദോനോ ഓക്കെ, അവിടെ ഞാൻ വരച്ച് ദോനോ അടിഗ്രഹേ, 2 പേരും അടിഗ്രഹേ എന്താണ്, ഉറച്ചു നിന്നു, തയ്യാറല്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. ഓക്കെ, അപ്പം അതാണ് നിയമതഃ, നിയമക്കെ അനുസാർ, നിയമമനുസരിച്ച് വേ ലപ്പാത്തി കെ ഉസി സമുദ്രി കിനാരെ പർ മിൽത്തേ രഹേ, അവര് നിയമമനുസരിച്ച് എന്താണ്, നിയമം അനുസരിച്ചാണോ, ഓക്കെ, വേ നിയമതഃ ലപ്പാത്തി കെ ഉസി സമുദ്രി കിനാരെ പർ മിൽത്തേ രഹേ. ഓക്കെ, നിയമം അനുസരിക്കാതെ ലപ്പാത്തിയുടെ ആ ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് അവരെല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ. അങ്ങനെ അഫ്വാഹേം ഫൈൽത്തി രഹി, അഫ്വാഹ് എന്ന് പറഞ്ഞാൽ അപവാദങ്ങൾ. ഓക്കെ, കുറേ എണ്ണം അതുപോലെ ഉണ്ട്, കുറച്ച് പാര, കുറച്ച് എന്താണ് അപവാദം പരത്തൽ ടീംസ്. ഓക്കെ, അവരുടെ അപവാദങ്ങൾ പഴയതുപോലെ തുടങ്ങി, ഊഹാപോഹങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാൻ, അവരുടെ ഊഹങ്ങളെല്ലാം കഥകളായി കാറ്റിൽ പറന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ പലതും ഊഹിക്കാനുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഊഹിക്കാൻ എത്ര പറ്റുമോ, ഊഹത്തിനൊന്നും ലിമിറ്റില്ല, ഊഹിക്കാൻ എത്ര പറ്റുമോ അതെല്ലാം ഊഹിച്ചു വിട്ടു. ഓക്കെ, കുച്ച് സമയ ബാദ്, കുറച്ച് സമയം കഴിഞ്ഞ്, പാസാ ഗാവമേയും, കുറേ നാൾ കഴിഞ്ഞു, പാസാ ഗ്രാമത്തിൽ, പാസ ആരുടെ ഗ്രാമമാണ്, തത്താരയുടെ ഗ്രാമമാണ്. പശു പർവ് കാ ആയോജൻ ഹുവ, എന്താണ്, ജല്ലിക്കെട്ട് എന്ന ജല്ലിക്കെട്ടല്ലേ, അത് നടന്നു. ഓക്കെ, പശു പർവ് മേ ഹഷ്ട് പുഷ്ട് പശുओं के प्रदर्शन के अतिरिक्त. ഓക്കെ, പശു പർവ്, ഈ ഒരു പശു എന്ന് വെച്ചാൽ എന്താണ്, ആനിമൽസ്, പർവ് എന്ന് വെച്ചാൽ എന്താണ്, ഉത്സവം, ആനിമൽസിൻ്റെ ഒരു ഫെസ്റ്റിവലാണിത്. ഇത് ജല്ലിക്കെട്ടാണോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. പശു പർവ് മേം, ഞാൻ പറഞ്ഞു ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തിട്ടില്ല, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ, അപ്പോൾ പശു പർവ് മേം എന്താണ്, ഈ ഒരു ആനിമൽസിൻ്റെ ഫെസ്റ്റിവലിൽ ഹഷ്ട് പുഷ്ട് എന്താണ്, നല്ല ശക്തിയൊക്കെ ഉള്ള പശുവും ആനിമൽസിൻ്റെ പ്രദർശനക്ക് അതിരിക്ത്, പ്രദർശനം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇസ്കെ അലാവ അതിരിക്ത്, അതായത് അലാവ അതുകൂടാതെ പശുവും സേ മൃഗങ്ങളുമായിട്ട് യുവകോം കി ശക്തി പരീക്ഷ പ്രയോഗിത ബി ഹോത്തി ഹെ, പ്രയോഗിത എന്താണ്, കോമ്പറ്റീഷൻ. ഓക്കെ, ആനിമൽസിൻ്റെ കൂടെ യുവാക്കൾ ശക്തി തെളിയിക്കുന്ന ഒരു പരീക്ഷയും കൂടെ ഇതിൻ്റെ കൂടെ നടന്നു. അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടുത്തെ ശക്തി തെളിയിക്കുന്ന ഉത്സവം എന്താണ്, ആനിമൽസിൻ്റെ കൂടെ ഗുസ്തി പിടിക്കുക, നല്ല കാര്യം. എത്ര എണ്ണം തീർന്നു കാണും ഈ ഉത്സവത്തിൽ തന്നെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരീക്ഷയും കൂടെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു.
അപ്പം എന്താണ് പാസ എന്ന് പറഞ്ഞ തത്താരയുടെ ഗ്രാമമാണ്. വർഷമേ ഏക് ബാർ സഭി ഗാവ് കെ ലോഗ്, വർഷത്തിൽ ഒരു പ്രാവശ്യം സഭി ഗാവ് കെ ലോഗ്, എല്ലാ ഗ്രാമങ്ങളിലെയും ആൾക്കാർ. അതായത് സഭി ഗാവ് കെ ലോഗ് എന്ന് പറയാൻ കാരണം എന്താണ്, പാസ ഗ്രാമത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, ആ ഒരു ദ്വീപിൽ തന്നെ ഒരു ദ്വീപായിരുന്നല്ലോ, കുറേ ഗ്രാമങ്ങളുണ്ട്, അതിലെ എല്ലാ ഗ്രാമത്തിലെ ആൾക്കാർ അവിടെ ഒത്തുകൂടുമായിരുന്നു. വിത്ത് ലപ്പാത്തി ഓൾസോ. ഓക്കെ, വാമിരോടെ ഗ്രാമമായിരുന്നല്ലോ ലപ്പാത്തി, അവരും അവിടെ ഉണ്ടായിരുന്നു. സഭി ഗാവ് കെ ലോഗ് ഹിസ്സാലെ, ഓക്കെ, ഹിസ്സാലേത്തെ എന്ന് പറഞ്ഞാൽ ഒത്തുകൂടുമായിരുന്നു. ഓക്കെ, ടേക്ക് പാർട്ട് എന്നൊക്കെ പറയില്ലേ, ഭാഗലേന, അതിൽ പങ്കെടുക്കുമായിരുന്നു, അത് മാത്രം ഒത്തുകൂടുമായിരുന്നു. ബാദമേ നൃത്യ സംഗീത്, ഓക്കെ, ആ പശു പർവ് കഴിഞ്ഞാൽ നൃത്തം, സംഗീതം, പിന്നെ ഭോജൻ, ആഹാരം, എല്ലാം ആയോജൻ ഹോത്താഥ, എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവിടെ ഉണ്ടായിരുന്നു, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാം സേ സഭി ലോഗ് പാസാമേ ഏകത്രിത് ഹോനെ ലഗെ, രാത്രിയാണ് നടക്കുന്നത്, വൈകിട്ടായപ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും പാസ ഗ്രാമത്തിൽ ഏകത്രിത് ഹോനെ ലഗെ, ഒത്തുകൂടി, ഇക്കട്ട ഹോന, ഒത്തുകൂടുക. ധീരെ ധീരെ വിഭിന്ന കാര്യക്രം ശുരു ഹുവേ, പതുക്കെ വിഭിന്നമായിട്ടുള്ള, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ പരിപാടികളൊക്കെ തുടങ്ങി. തത്താര കമ്മൻ ഇൻ കാര്യക്രമമേ തനിക്ക് നഥ, പക്ഷെ സാധാരണ എല്ലാ പ്രാവശ്യം തത്താര ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. ഓക്കെ, അയാളെയാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ ശിക്ഷിക്കുന്നത്. എന്താണ്, നേരത്തെ ചർച്ചയായിരുന്ന ഒരു മനുഷ്യനാണ്, എല്ലാവരെയും ഒന്ന് ചിന്തിച്ചാൽ തന്നെ ഓടിച്ചെന്ന് രക്ഷിക്കുന്ന ഒരു കുട്ടി. അവനൊരാവശ്യം വന്നപ്പോൾ നാട്ടുകാരെല്ലാം തിരിഞ്ഞല്ലേ, നല്ല നന്ദിയുള്ള നാട്ടുകാർ. ഓക്കെ, തത്താര കമാൻ, അതുകൊണ്ട് തന്നെ തത്താരയുടെ മനസ്സ് ഈ കാര്യം, സാധാരണ ഇതുവരെ എല്ലാ പ്രാവശ്യവും നല്ലപോലെ നോക്കി നടത്തിയത് ആരായിരുന്നു? തത്താരയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം തത്താരയുടെ മനസ്സ് ഇവിടെ ഒന്നും ആയിരുന്നില്ല, ഈ കാര്യക്രമങ്ങളിലൊന്നും തനിക്ക് നഥ, ഉറച്ചു നിന്നിരുന്നില്ല, ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഉസ്കി വ്യാകുൽ ആംഖേം, അവൻ്റെ വ്യാകുലമായ ആംഖേം, കണ്ണുകൾ, വാമിരോ കോ ഡൂണ്ടിനെ മേ വ്യസ്ത് ഥി, വാമിരോയെ കാണുന്നില്ല കുറേ നാളായിട്ട്. അപ്പോൾ അവളെ നോക്കി, അവളെ കാണാൻ വേണ്ടി ഇങ്ങനെ എന്താണ് ലീൻ, അവളെ കാണാൻ വേണ്ടി ഇങ്ങനെ ഡൂണ്ടിത്തേത്, അവളെ ഇങ്ങനെ തിരയുകയായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ. നാരിയൽ കെ ചുണ്ട് കെ ഏക്ക് പേട് കെ പീച്ചേ, നാരിയലിൻ്റെ, അതായത് തെങ്ങുകളുടെ, ഏക്ക് ചുണ്ട്, തെങ്ങും തോപ്പ്, ഓക്കെ, തെങ്ങും തോപ്പ് എന്ന് പറയും, അതിലെ ഏക്ക് പേട് കെ പീച്ചേ, ഒരു തെങ്ങിൻ്റെ പുറകിൽ, ഉസേ ജേസെ കോയി ചാങ്താ ദിഖ, അവളെ എന്താണ്, ജേസെ കോയി ചാങ്താ ദിഖ, അവളല്ല ആരോ അവിടെ എത്തി നോക്കുന്നത് പോലെ അവന് തോന്നി. ഉസ്നെ ധോഡ ഓർ കരീബ് ജാക്കർ, അവൻ എന്താണ് കുറച്ചേക്ക്, ധോഡ ഓർ കരീബ്, എന്ന് വെച്ചാൽ എന്താണ്, സമീപം, ധോഡ ഓർ സമീപം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ അടുത്തേക്ക്, ജാക്കർ പോയിട്ട്, പെഹച്ചാനേക്ക് ചേഷ്ടാക്കി, ആരാണ് അത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം ചിലപ്പോൾ നമ്മുടെ എന്താണ് വാമിരോ ആയിരിക്കും അല്ലേ, വാമിരോധി, ഓക്കെ, വാമിരോ ആയിരുന്നു. ജോ ഭയവശ് സാമനെ ആനേമേ ചിച്ചക് രഹി ഥി, അവള് ഭയവശ്, ഭയത്തോടെ, എന്താണ്, സാമനെ ആനേമേം, അടുത്തേക്ക് വരാൻ വേണ്ടി, ചിച്ചക് രഹി ഥി, സങ്കോചപ്പെട്ടു നിന്നു. ഓക്കെ, വരാനും പറ്റില്ല, പക്ഷെ വരണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു രീതിയിൽ നിന്നു. ഉസ്കി ആംഖേം തരൾ ധി, അവളുടെ കണ്ണുകൾ തരളമായിരുന്നു, നിറഞ്ഞിരുന്നു. ഓക്കെ, കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഹോണ്ട് കാംപ് രഹേ ഥേ, ഓക്കെ, ഹോണ്ട് എന്താണ്, ചുണ്ടുകൾ, ലിപ്സ്, കാംപ് രഹേ ഥേ, വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തോ ഒരു വിഷമം, കണ്ണ് നിറഞ്ഞ് ചുണ്ട് വിറച്ച് അവനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു നായിക. ഓക്കെ, തത്താരക്കോ ദേഖ്തേ ഹി, തത്താരയെ കണ്ടപ്പോൾ വഹ് ഫൂട്ട് കർ രോനെ ലഗി, പൊട്ടിക്കരയാൻ തുടങ്ങി. ഓക്കെ, ഫൂട്ട് കർ രോനെ ലഗി, പൊട്ടിക്കരയാനായിട്ട് തുടങ്ങി. അവനെ കാണാതെ അത്രയ്ക്കും വിഷമിച്ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ, അതാണ് അവിടെ. അവൾ കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി, കണ്ണ് നിറഞ്ഞ് കലങ്ങി ചുമന്ന്, ചുണ്ടുകൾ വിറച്ച്, തത്താരയെ കണ്ടപ്പോൾ പൊട്ടിക്കരയാൻ തുടങ്ങി.
തത്താര വിഹ്വൽ ഹുവ ബേച്ചൈൻ ഹുവ. അവൻ എന്താണ്, തത്താരക്ക് ഇത് സഹിക്കൂ? ഹീസ് വെരി ഇന്നസെൻറ്റ്, ഭോല ആണ്, സഭ്യമാണ്. ഓക്കെ, അവളുടെ മുന്നിൽ അവൻ വെറും ഒരു പാവമാണ്, ശാന്തനാണ്. അവനിത് സഹിക്കാൻ പറ്റില്ല. ബേച്ചൈൻ ഹുവ, വിഹ്വൽ ഹുവ, എന്താണ്, വളരെ പരവശനായി, അല്ലെങ്കിൽ എന്തോ ഭയങ്കര ടെൻഷനായി. ഉസ്സെ കുച്ച് ബോൾത്തേ ഹി നഹി ബൻ രഹാ ഥാ. അവനൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു അത് കണ്ടിട്ട്. ഓക്കെ, സഹിക്കാൻ പറ്റുമോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ? रोने की आवाज़ लगातार ऊंची होती जा रही थी. അത് മാത്രമല്ല, കരഞ്ഞു തുടങ്ങിയാൽ, ഒരുപാട് സങ്കടമുള്ളവർ കരഞ്ഞു തുടങ്ങിയാൽ എത്ര ശ്രമിച്ചാലും അതിനെ നമുക്ക് എന്താണ് പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല. കാരണം നമ്മളിങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ ശ്വാസം കിട്ടാതെ വരും. ആ സമയത്ത് ഇങ്ങനെ വലിച്ചെടുക്കാൻ തുടങ്ങും. മാക്സിമം നമ്മൾ ശ്രമിക്കുക ഒന്ന് നിർത്താം, പക്ഷെ പറ്റില്ല. അതുപോലെ രോനേക്ക് ആവാസ്, കരച്ചിലിൻ്റെ ഈ ഒരു ശബ്ദം, ലഗാത്താർ ഇങ്ങനെ ഊഞ്ചി ഹോത്തി ജാ രഹി തി, ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരുന്നു. തത്താര കി കർത്തവ്യ വിമൂഢത, ആ വാക്ക് എന്താണ് ഓർത്ത് വയ്ക്കുക. കിങ് കർത്തവ്യ വിമൂഢത, കിങ് കർത്തവ്യ വിമൂഢ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ചെയ്യണം എന്നറിയില്ല, എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായി. കാരണം അവളുടെ ശബ്ദം ഇങ്ങനെ കരഞ്ഞുകൊണ്ട്, അവളിങ്ങനെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിങ് കർത്തവ്യ വിമൂഢ, അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വാമിരോ കെ രുദൻ സ്വരോം കോ സുൻകർ, വാമിരോ കരയുന്നത് കേട്ട് ഉസ്കി മാ വഹാം പഹുഞ്ചി, അവളുടെ അമ്മ അവിടെ എത്തി. ഓർ ദോനോം കോ ദേഖ് കർ ആഗ് ബബൂല ഹോഡി. എന്താണ് ആഗ് ബബൂല ഹോഡി? അത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. മുഹാവരയാണ്, ദേഷ്യപ്പെടുക എന്നാണ് അർത്ഥം. ഓക്കെ, ആഗ് ബബൂല ഹോ എന്താണ്, ബഹുത് ഗുസ്സ അല്ലെങ്കിൽ ബഹുത് ക്രോധ് ആന, ദേഷ്യം വന്നു. കാരണം അവൾ ഉറക്കെ കരയുന്ന സൗണ്ട് കേൾക്കുകയാണ്. അത് കേട്ട് അവളുടെ അമ്മ ഓടി ചെല്ലുമ്പോൾ തെങ്ങും തോപ്പിൽ തെങ്ങിൻ്റെ പുറയിലായിട്ട് ആര് നിൽക്കുകയാണ്, ഒരു 2 ഗ്രാമത്തിലെ എന്താണ് യുവാവും യുവതിയും, പ്രണയിച്ചിരുന്ന യുവാവും യുവതിയും. മാക്സിമം അവരെ അകറ്റാൻ നോക്കുകയാണ്, എന്നിട്ടും അവരവിടെ നിൽക്കുകയാണ്. കൂടാതെ നമ്മുടെ വാമിരോ കരയുന്നുമുണ്ട്. ഒരമ്മയാണ് ഇത് കാണുന്നത്. ഓക്കെ, അവർക്ക് ദേഷ്യം വന്നു. സാരെ ഗാവാലോം കി ഉപസ്ഥിതി മേ യഹ് ദൃശ്യ ഉസെ അപമാനജനക് ലഗാ. ഓക്കെ, എന്താണ് സാരെ എന്താണ്, മുഴുവൻ നാട്ടുകാർ ഇവിടെ നിൽക്കുകയാണ്. അത് ഒരു ഗ്രാമത്തിലാണോ, എല്ലാ ഗ്രാമത്തിലെ ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ്. സാരേ ഗാവാലോം കി ഉപസ്ഥിതി മേ, എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഈ ഒരു ദൃശ്യം അവരെ വളരെയധികം അപമാനം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി. സ്വന്തം മകൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ആ ഒരു അപമാനം ആ അമ്മയുടെ മനസ്സിൽ വന്നു. ഓക്കെ, അപ്പം എന്താണ്, അവർക്ക് വളരെയധികം, നമ്മുടെ തത്താരയുടെ അമ്മയ്ക്ക് വളരെയധികം അപമാനം സംഭവിച്ചു. ഇസ് ബീച്ച്, ഇതിൻ്റെ ഇടയ്ക്ക് ഗാവ്ക്കെ കുച്ച് ലോഗ് ഭി, ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാരും കൂടി വഹാം പഹുഞ്ച് ഗേ, അവിടെ എത്തി. വാമിരോ കി മാം, വാമിരോയുടെ അമ്മ, ക്രോധ് മേ ഉഫൻ ഉടി, എന്താണ് ദേഷ്യം കൊണ്ട്, ഉഫൻ ഉടി ജൽ ഉട, എന്താണ് കത്താൻ തുടങ്ങി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ദേഷ്യം കൊണ്ട് ആളി കത്താൻ തുടങ്ങി എന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചത്. ഉസ്നെ തത്താര കോ തരസെ അപമാനിത് കിയ, തത്താരയെ എന്താണ് വളരെയധികം അപമാനിച്ചു. ഗാവ് കെ ലോഗ് ഭി തത്താര കെ വിരോധ് മേ ആവാസെ ഉഠാനെ ലഗെ, ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും തത്താരയെ വിരോധിച്ചുകൊണ്ട് ശബ്ദമുയർത്താൻ തുടങ്ങി. ഓക്കെ, ഇത്രയും സഹായം ചെയ്ത ഒരാളെ ഇങ്ങനെ അപമാനിക്കാനും തുടങ്ങി. യഹ് തത്താര കേലി അസഹനീയത, ഇത്രയും എന്താണ്, ഇതെല്ലാം തത്താരയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഓക്കെ, ഇത്രയും സഹായിച്ച ആൾക്കാർ തിരിച്ച് കൊടുത്ത സമ്മാനം സഹിക്കാൻ കഴിയുന്നതിലും അധികമായിരുന്നു. വാമിരോ അബ്ഭി റോയെ ജാരഹി ഥി, വാമിരോ ഇപ്പോഴും കരച്ചിൽ നിർത്തിയിരുന്നില്ല, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിർത്താൻ പറ്റുന്നില്ല. തത്താര ഭി ഗുസ്സേ സെ ഭർ ഉടാ, തത്താര എന്താണ് ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് വിറച്ച് നിൽക്കുകയാണ്. ഉസെ ജഹാ വിവാഹ് കി നിഷേധ് പരമ്പര പർ ക്ഷോഭ് ഥ, എന്താണ് അവന് ഇങ്ങനെ ഒരു 2 ഗ്രാമത്തിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് നിഷേധിക്കുന്ന ഈ ഒരു പരമ്പര, ഈ ഒരു ട്രഡീഷൻ, ഈ ഒരു പാരമ്പര്യത്തിൽ
വളരെയധികം ദേഷ്യം വന്നു. വഹി അപ്നി അസഹായത പർ ഖീച്ച്. ഓക്കെ, എന്താണ് അവന് നിസ്സഹായത, അവൻ്റെ ഒരു നിസ്സഹായതയിൽ എന്താണ് ഖീച്ച്. ഓക്കെ, വെയിറ്റ്, എന്താണ് ഒരു ഇറിറ്റേഷൻ വരാൻ തുടങ്ങി. അസഹായത പർ ഖീച്ച. ഓക്കെ, വാമിരോ കാ ദുഃഖ് ഉസെ ഓർ ഗഹരാ കർ രഹാ ഥാ. വാമിരോയ്ക്ക് ഇതുവരെ ഉള്ള ദുഃഖത്തിൻ്റെ ഇരട്ടി, ഇങ്ങനെ ആഴത്തിൽ അവൾക്ക് ദുഃഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസെ മാലൂ ന ഥാ കി ക്യാ കദം ഉഠാനേ ചാഹിയെ. അവൾക്കറിയില്ലായിരുന്നു ഇനി എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത് എന്നറിയില്ലായിരുന്നു. അനായാസ് ഉസ്കാ ഹാത്ത്. ഓക്കെ, ആർക്കായിരുന്നു അറിയാത്തത്? നമ്മുടെ തത്താര. അനായാസ് എന്താണ് വളരെ ഈസി ആയിട്ട്, ഒരു പ്രയാസവും ഇല്ലാതെ, ഉസ്കാ ഹാത്ത് തൽവാർ കി മൂഡ് പർ ജാട്ടിക്ക, അവൻ്റെ കൈ തൽവാർ കി മൂഡ് കർ എന്താണ് വാളിൻ്റെ പിടിയിൽ പിടിച്ചു. പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ അവൻ അങ്ങ് പിടിച്ചു. ക്രോധ് മേ ഉസ്നെ തൽവാർ നിക്കാലി. ദേഷ്യത്തിൽ അവൻ വാള് പുറത്തേക്കെടുത്ത ശേഷം കുച്ച് വിചാർ കർത്ത രഹ, അവൻ എന്തോ ചിന്തിച്ചു. ക്രോധ് ലഗാതാർ അഗ്നി കി തരഹ് ബഡ് രഹാ ഥാ. തീ ആളിക്കത്തുന്നത് പോലെ അവൻ്റെ ഉള്ളിലെ ദേഷ്യം ഇങ്ങനെ ആളിക്കത്താൻ തുടങ്ങി. എനിക്ക് തന്നെ ഒരു ഇത് വരുന്നില്ല. ഓക്കെ, പഠിപ്പിക്കുന്ന എനിക്കൊരു അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു ഒരു സമാധാനം വരേണ്ടതാണ്. ഇങ്ങനെ പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു ഫീല് വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വർക്കിന് പോകുന്നു, അങ്ങനെ കുറച്ചായിട്ടൊക്കെ എടുക്കുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നോക്കുക. ലോഗ് സഹം ഉഠേ, ആൾക്കാരെന്താണ് സഹം ഉഠേ, പേടിച്ചു. ഓക്കെ, അവർക്കറിയാം വാളിന് എന്തോ ദൈവിക ശക്തിയുണ്ട് എന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഏക്ക് സന്നാട്ടാ സാ ഖിഞ്ച് ഗയാ. ഏക്ക് സൈലൻസ്, അവിടെ അത്രയും നേരം ശബ്ദം ഉയർത്തി ഇങ്ങനെ ഭയങ്കര അപമാനിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെയൊക്കെ ശബ്ദം എവിടോ പോയി. സന്നാട്ട, അവിടെ ഒരു സൈലൻസ് ആണ് പിന്നെ അവിടെ കേൾക്കാൻ പറ്റിയത്. ജബ് കോയി രാഹ് ന സൂചി तो क्रोध का शमन करने के लिए उसमें शक्ति भर उसे धरती में घोंप दिया. ओके, എന്താണ് ജബ് കോയി രാഹ് ന സൂചി, മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട്, ക്രോധ കാ ശമൻ കർണേ കെ ലിയെ, ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉസ്മേ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? ശക്തി ഭർ, ഭയങ്കര ശക്തിയിൽ ആ ഒരു വാള് ധർത്തി മേ ഖോമ്പ് ദിയ, ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? ഒറ്റ കുത്തു. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. ധർത്തി മേ ഖോമ്പ് ദിയ. ഓക്കെ, ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ പോറുക എന്ന് പറയത്തില്ല, ഇങ്ങനെ കീറുക, ചുമ്മാ നമ്മളിങ്ങനെ പോറത്തില്ലേ, വാളൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഭൂമിയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വലിക്കാമല്ലോ, അങ്ങനെ വലിച്ചു. ഓർ താക്കത്ത് സേ ഉസെ ഖീഞ്ച്നെ ലഗാ. അങ്ങനെ കുത്തി ഇറക്കിയ ശേഷം ശക്തിയിൽ ഇങ്ങനെ വലിക്കാൻ തുടങ്ങി ആ ഒരു വാളിനെ. പസീനെ സെ നഹ ഉടി, അത്രയ്ക്ക് ശക്തി എടുത്തിട്ടാണ് അവൻ അത് ചെയ്തത്. അവനിങ്ങനെ വിയർപ്പിൽ കുളിക്കാൻ തുടങ്ങി. രാത്രിയാണെന്ന് ഓർക്കണേ. സബ് ഖബരായ ഹുവേ ഥേ, എല്ലാവരും പേടിച്ച് വിറച്ചു. വഹ് തൽവാർ കോ അപ്നി തരഫ് ഖീഞ്ച്തേ ഖീഞ്ച്തേ ദൂർ തക് പഹുഞ്ച് ഗയാ. അവനിങ്ങനെ സ്വന്തമായിട്ട് ആ ഒരു വാളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് വളരെ ദൂരം കൊണ്ടുപോയി. വഹ് ഹാഫ് രഹാഥ. ഹാഫ് രഹാഥ എന്ന് പറഞ്ഞാൽ അണയ്ക്കുക. ഓക്കെ, ഹാഫ് രഹാഥ, അവൻ ഭയങ്കരമായിട്ട് അണയ്ക്കുകയായിരുന്നു. അച്ചാനക് ജഹാൻ തക് ലക്കീർ ഖിഞ്ച് ഗയി ഥി. പെട്ടെന്ന് അവിടെ ലക്കീർ ഖിഞ്ച്, അവൻ വരച്ച സ്ഥലങ്ങളിൽ ഒരു ലക്കീർ, നമ്മൾ രേഖ എന്നൊക്കെ പറയില്ലേ, ലക്ഷ്മണ രേഖ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വര അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, പഠിപ്പിക്കുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളൊന്നും കൂടെ, ഞാൻ ഓരോ വാക്കായിട്ടാണ് സാധാരണ പറഞ്ഞു തരാറ്. ഇന്ന് ഇങ്ങനെ പറഞ്ഞു തന്നോന്ന് എനിക്കറിയില്ല, നോക്കാം. ഓക്കെ, അപ്പോൾ
ഒരു വര അവിടെ പ്രത്യക്ഷപ്പെട്ടു. വഹാ ഏക്ക് ദരാർ ഹോനെ ലഗി. ദരാർ എന്താണ്? വിള്ളൽ. അവിടെ ഒരു വിള്ളൽ വന്നു. മാനോ ധർത്തി ദോ ടുക്കടോ മേ ബണ്ടിനെ ലഗി ഹോ. എന്താണ്? ഒരു ഭൂമി രണ്ട് ടുക്കടവും എന്താണ്? രണ്ട് പീസ്. ധർത്തി ഭൂമി എന്താണ്? രണ്ട് പീസായിട്ട് മാറുന്ന പോലെയാണ് അവിടെ സംഭവിച്ചത്. എക്ക് ഗഡ്ഗഡാഹട്ട് സി. ഒരു ഇടിമുഴക്കത്തോടെ. ഗൂഞ്ചിനെ ലഗി. എന്താണ്? ഒരു ഇടിമുഴക്കം അവിടെ എന്താണ്? മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ഗൂഞ്ചിനെ ലഗി. ഓർ ലക്കീർ കി സീധ് മേ. എന്നിട്ട് എന്താണ്? ലക്കീർ, ആ ഒരു വരയുടെ സീധ്, ആ വരച്ചിരിക്കുന്ന ആ ഒരു ഭൂമി, ആ ഒരു സ്ഥലം, അവിടെ ധർത്തി ഭൂമി ഫട്ട് തീ ഹി ജാരഹി ഥി. പിളരാൻ തുടങ്ങി. ആ ഭൂമി പിളരാൻ തുടങ്ങി. ദ്വീപ് കെ അന്തിം സിരേ തക്. ആ വരച്ചെടുത്തിൽ നിന്ന് ദ്വീപിൻ്റെ അവസാനത്തെ അറ്റം വരെ, ഏറ്റവും അറ്റം വരെ, അന്തിം സിരേ അറ്റം വരെ എന്താണ്? ധർത്തി കോ മാനോ ക്രോധ് മേ കാട്ടുത്താ ജാ രഹാ ഥാ. ഒരു ഭൂമിക്ക് ദേഷ്യം വന്നതുപോലെ ഭൂമി ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? കാട്ടുത്താ ജാ രഹാ ഥാ, മുറിക്കാൻ തുടങ്ങി ആ സ്ഥലം. ഓക്കെ. സഭി ഭയാകുൽ ഓഹോ ഉഠേ. എല്ലാവരും എന്താണ്? പേടിച്ച് പോയി, ഭയപ്പെട്ടു. ലോഗോനെ ഏസെ